ഹലോ ഗായ്സ്, നമ്മുടെ അനിയത്തി രാത്രി സൈക്കിൾ ഓട്ടുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു. അപ്പം ഞാനിത് അങ്ങനെ ചവിട്ടി ഇവിടെ മഴ ചെയ്തെടുക്കുക, ചിലപ്പോൾ വീഴുക. ഒന്ന് തലയിൽ ബോ വെച്ചിട്ടാണ് സൈക്കിൾ ഓട്ടുന്നത്. ഇവിടെ ഇങ്ങോട്ട് പോവുക, അപ്പം അപ്പുറത്തൂടെ കറങ്ങി വരും. ആണ്ടേ ഇവിടെ ചേന ഇട്ടേക്കുക. അപ്പോൾ അനിയത്തി അങ്ങോട്ടൊക്കെ പോവുക. ആണ്ടെ പോണം. എൻ്റെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നതാണ്, ഫുള്ള് ചെളി വിട്ടിരിക്കുക. കുറച്ച് ദിവസം മുമ്പ് ഭയങ്കര മഴയത്ത് വന്ന സൈക്കിൾ പൊട്ടിയതാണ്. അപ്പോൾ ഫുള്ള് ചെളിയായി. അപ്പോൾ ഹാദിയ എൻ്റെ അനിയത്തിയുടെ ഒരു ഹാദിയാണ്. ഹാദി ഇപ്പോൾ അവിടെ നിൽക്കുക. അപ്പോൾ അവർ ഉണ്ട് സൈക്കിൾ ഇടിച്ച് ഇവിടെ ഇടിച്ച്, അതാണ് മുമ്പ് സോപ്പ് ഇട്ടത്. അപ്പം എൻ്റെ വീട്ടിലുള്ള ചെടികളും കൂടെ കാണിക്കുന്നത്. ഇത് ഓണത്തിന് പൂ വെച്ചാൽ വേണ്ടി നട്ട ബന്ധികളാണ് ഇവിടെ. അത് വലിയതല്ല, ഇതൊക്കെ അതല്ല. ഉണ്ട് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ നട്ടേ. പിന്നെ 2-3 എൻ്റെ കാട്ട്, പിന്നെ 5-6 എൻ്റെ അനിയത്തിയായിട്ട്. പിന്നെ ഇത് ഞാൻ നട്ടേ. ഇത് 2-3 മാസമായി ഇത് നട്ടിട്ട്. ഇത് രണ്ടും എന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ കുറേ ചെടികളുണ്ട്. ഇതിൻ്റെ കുറേ ഉണ്ട്. ഇത് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് താണ്ട് ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഇവിടെ അബിയും ഉണ്ട്, അബിയും. പിന്നെ ഇവിടെ മറ്റേ ചെടിയുണ്ട്. ഈ ചെടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ മാവും ചെടികളൊക്കെ. പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇത് പർപ്പിൾ പൂ പിടിക്കുന്ന, ഇത് മഞ്ഞപ്പൂ പിടിക്കുന്ന. ഇത് കുറച്ച് വലുതാണ്. പിന്നെ അവയ്ക്കവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, അത് കിളിക്കാറായിട്ടുണ്ട് കണ്ടുവരാൻ വേണ്ടി. പിന്നെ ഈ ചെടി പോച്ച കണക്കിന്ന് ഞാൻ എടുത്ത് നട്ടയാണ്. പിന്നെ റംബൂട്ടാനുണ്ട് ഇവിടെ, ഇതിനകത്തൊരു മാവുണ്ട്. പിന്നെ ഈ ചെടിയുടെ ഭയങ്കര എന്താ അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ അറിയത്തില്ല. ഈ ലക്കി ബമ്പും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ട്. അവിടെ കുറേ ചെടിയുണ്ട്. 10 മണിയുണ്ട്, 4 മണിയുണ്ട്. പിന്നെ മേളിലുണ്ട്, അതിപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ സൈഡ് കുറേ ഉണ്ട്, മുല്ലയൊക്കെ ഉണ്ട്. ഇതാണ്ട് ഇവിടെ ഇതാണ്ട് ഇതിനകത്തുനിന്ന് കമ്പ് കിട്ടി നട്ടേ. അത് ഒരു കുറച്ച് ചെടി കാണിച്ചു തന്നില്ലേ. ഇതാണ്ട് മുല്ല ഒരു കമ്പ് ഞാൻ നട്ടത് കിളിച്ച്. പിന്നെ ഇവിടെ കുറേ ചെടിയുണ്ട്. പിന്നെ മുല്ലയുടെ വലിയത് കാണിച്ചതാ. അതെ മുല്ല. പിന്നെ ഈ ചെടി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടേക്കാണ്. വേറെ ചെടി എൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുക. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. ചെമ്പരത്തി ബാക്കിലുണ്ട്, അങ്ങ് വരെ പോകാൻ പറ്റത്തില്ല. പിന്നെ അവിടെ താഴെ ഒരു വലിയ കുളമുണ്ട്. അതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആ കുളത്തിൽ കിടക്കുന്നതിനെക്കാട്ടി കുറച്ച് ചെറിയ വരാലുണ്ട്. അതുകൊണ്ട് പോണം. എൻ്റെ കഴിഞ്ഞകാട്ടിയും വലിപ്പമുണ്ട്. പിന്നെ അപ്പുറത്ത് വീടുണ്ട്. പിന്നെ ഇവിടെ നെല്ലിയൊക്കെ ഉണ്ട്. പിന്നെ സോളാറിൻ്റെ ലൈറ്റ് ഉണ്ട്. സോളാറിൻ്റെ ലൈറ്റ് അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരുപാട് കത്താതെ നിൽക്കും. പിന്നെ അടുത്തോട്ട് വരുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് ലൈറ്റ് നല്ല ബ്രൈറ്റ് കണക്ക് ആക്കി വെച്ചേക്കുക. അത് വേറെ ഉണ്ട്. പിന്നെ ഇവിടെ
ഈ ചെടിയുടെ കാ അടിച്ചിട്ടുണ്ട്, അത് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട്, ഇവിടെ ചെടിയുണ്ട്, ഇവിടെ വെണ്ടയ്ക്ക ഉണ്ട്, മുളകുണ്ട്, രണ്ട് വെണ്ടയ്ക്ക. പിന്നെ ഇവിടെയും കുറേ ചെടികളുണ്ട്. ഇവിടെ ഗാർഡൻ ആക്കാൻ നോക്കിയത്, ഒരുപാട് ചെടികളൊന്നും ഇല്ല അത്ര. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ഉള്ളത് റോസയാണ്. ഒന്നിന് മൊട്ട് വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഉണ്ട്. പിന്നെ ഇവിടെ വേറെ ഇല്ലെങ്കിലും മൊട്ടൊന്നും. പിന്നെ ഇവിടെ ഈ ചെടിയുണ്ട്. ഇവിടെ കുറേ ചെടികളുണ്ട്. പിന്നെ ഇവിടെ റോസയുടെ കുറേ കമ്പുണ്ട്. പിന്നെ മുമ്പേ ഉണ്ട ചെടിയുണ്ട്. പിന്നെ റോസയുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കണക്കത്തെ ചെടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ട് കമ്പ് കണക്കാവും. എന്നിട്ട് ഇത് ഇങ്ങനെയാവും. എന്നിട്ട് ചെടിയാണ് ഇതൊരു വലിയ എൻ്റെ അത്ര പൊക്കമുണ്ട്. എൻ്റെ അനിയത്തിനെക്കാട്ടും ഉണ്ട്. വലിയൊരു കമ്പ് ഒടിഞ്ഞു വീണു. പിന്നെ ഇവിടെ മുല്ല കണക്കത്തുന്നുണ്ട്. ഇവിടെ കുറേ റോസയുണ്ട്. ഇവിടെയും കുറേ റോസയുണ്ട്. ഇവിടെ എൻ്റെ ഉള്ളൊരു വണ്ടിയുണ്ട്. പിന്നെ അവിടെയൊക്കെ ചെടിയുണ്ട്. ഒരുപാടില്ല ഈ സൈഡ്. പിന്നെ വീണ്ടും മുമ്പ് വേണ്ട അതേ ചെടിയുണ്ട്, ആ മജന്ത കളറെല്ലാം. അതിവിടെയുണ്ട്. ഇവിടെ പിന്നെ പ്ലാവൊക്കെ കിളിച്ച് കിടക്കുന്നു. അവിടെ പ്ലാവുണ്ട്. അതിൻ്റെ ചക്ക വേണ്ടിൻ്റെ അരി വയ്ക്കാം. പിന്നെ ഞാൻ നട്ടൊരു പൊട്ടറ്റോ ഉണ്ട്. അത് വലിയതായിട്ട് മഴയത്ത് കാറ്റത്തിൻ്റെ കമ്പൊടിഞ്ഞു വീണു. പിന്നെ ഞാൻ നട്ടതിൻ്റെ മണ്ട മാത്രമേ ഉള്ളായിരുന്നു. അത് കുറച്ച് ഇതേ കണക്കേ ഉള്ളായിരുന്നു. ഈ സൈഡിൽ നിന്ന് കിളിപ്പ് വരുന്നുണ്ടോ, അത്രേ ഉള്ളായിരുന്നു. ഞാൻ അപ്പം അത്രയൊന്ന് ഇട്ടപ്പോൾ തന്നെ കിളിച്ച്. പിന്നെ ഈ ചെടിയുണ്ട്. ഇത് നല്ല പൂ പിടിക്കണം, കുഞ്ഞു പൂവാണ്, പക്ഷെ നല്ലതാണ്. പിന്നെ ഈ ചെടിയുണ്ട്. ഇതിനകത്ത് 2 മാസമായി. പൂ വന്നിട്ട് അത് അടഞ്ഞൊക്കെ പോയി. 4 പൂവാണ് അതിനകത്ത് ഉണ്ടായത്. ഇപ്പോഴേ ഉണ്ടാകാൻ തുടങ്ങിയത്. പിന്നെ ചെടിയുടെ ടൈപ്പ് വാഴയുണ്ട്. കായ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കിളിയുണ്ട്. കിളി ഞാൻ കാണിക്കാൻ പറഞ്ഞു. പിന്നെ വേറെ ടൈപ്പ് കുരുമുളകുണ്ട്. പിന്നെ ഇവിടെ കിളിയൊക്കെ ഉറങ്ങുക. ഒന്നെണീച്ച്, കുറച്ചും കൂടെ എണീച്ച്. അല്ല, ഇപ്പം 6 എണ്ണേ ഉള്ളൂ. മുമ്പ് 9 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യമേ 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ 5 എണ്ണമായി. പിന്നെ 1 ചത്തുപോയി. പിന്നെ 4 എണ്ണമായി. പിന്നെ 5 എണ്ണത്തിനെ വാങ്ങിച്ച്. അപ്പോൾ 9 ആയി. പിന്നെ 3 എണ്ണം ചത്തു.